ഹായ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഗൾഫിലൊക്കെ ഒന്ന് പെരുന്നാളാണ് കേട്ടോ. നമുക്ക് നാളെ മറ്റന്നാളോ ഇൻഷാ അല്ലാഹ് നമുക്ക് പെരുന്നാളായിരിക്കും. ഇന്ന് നമുക്ക് നോമ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ഈവനിങ്ങിൻ്റെ എന്തായാലും നോമ്പ് കഴിയല്ലേ, അപ്പോൾ അത് കാരണം ഒരു ഈവനിങ്ങിൻ്റെ ഇത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വൈകുന്നേരമായിട്ട് അസർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഇപ്പോൾ പെരുന്നാളിൻ്റെ എന്താണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതായത് വല്ല ഇഞ്ചമ്പുളി ഉണ്ടാക്കണം, പിന്നെ നമുക്ക് അച്ചാറുണ്ടാക്കണം, പിന്നെ നമുക്ക് മൈലാഞ്ചി പൊട്ടിച്ചിട്ട് വരണം, മൈലാഞ്ചി അരക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ നോമ്പുണ്ടല്ലോ, നോമ്പായ കാരണം കൊണ്ട് നോമ്പ് തുറക്കലിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. നോമ്പ് തുറക്കൽ ഞാൻ വിചാരിക്കണത് ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണ്ടെന്നാണ് വിചാരിക്കുന്നത്. ചെറുതായിട്ട് ക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കണത് നോമ്പ് തുറക്കലിനുള്ള ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത്. വല്ല ചിക്കനോ പൊറോട്ടയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ വല്ല ജ്യൂസോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി എന്നാണ് വിചാരിക്കണത് ഇന്ന് നോമ്പ് തുറക്കൽ. കാരണം വയ്യ, പെരുന്നാളിൻ്റെയും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് അതൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഞാനതൊക്കെ ഷൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. എന്നിട്ട് പിന്നെ നമ്മൾ കുക്കിംഗ് തുടങ്ങിയിട്ടോ. നമ്മളുടെ ഇതില്ലേ, നാരങ്ങാച്ചാറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നാരങ്ങാച്ചാറ് ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ടുള്ള നാരങ്ങാച്ചാറാട്ടോ. അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളിയാണ്. ഇത് പെട്ടെന്ന് കഴിക്കരുത്. ഇത് കുറച്ച് ദിവസം, ഒരാഴ്ചയോളം എടുത്തിട്ട് കഴിക്കാൻ പാടുള്ളൂ. അതിൻ്റെ റെസിപ്പി ഞാൻ വേറെ ഇടാം. പിന്നെ നമ്മുടെ ഇഞ്ചമ്പുളി, അയ്യോ ഈ ഇഞ്ചമ്പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈത്തപ്പഴം ഇട്ടിട്ടുള്ള ഇഞ്ചമ്പുളിയാണ്. ഇഞ്ചമ്പുളിയുടെയും റെസിപ്പി നമ്മൾ വേറെ ഷോർട്സിലിടാം. ഓക്കെ, അതും അടിപൊളിയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പെരുന്നാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കണത് കേട്ടോ. ഇത് ഇഞ്ചമ്പുളി കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ട് വരും. പിന്നെ നമ്മുടെ മുട്ട ബജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കി ഉണ്ടാക്കിയതാട്ടോ മുട്ട ബജി. നോമ്പ് തുറക്കി ആകെ ഉണ്ടാക്കിയത് ഇത് മാത്രമെന്ന്. മുട്ട ബജി ഉണ്ടാക്കി, അത്ര തന്നെ. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ നോമ്പൊക്കെ കഴിഞ്ഞു. നാളെ പെരുന്നാളാണ്. നോമ്പ് കഴിഞ്ഞപ്പോൾ ഒരു സങ്കടം അല്ലേ, റമദാൻ മാസം കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ നാളെ പെരുന്നാളാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. നാളേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചമ്പുളി അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞു. ബാക്കി ഉണ്ടാക്കലൊക്കെ ഇനി നാളെ. അപ്പോൾ പിന്നെന്താ പറയുക, മൈലാഞ്ചി പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, മൈലാഞ്ചിയുടെ അല്ലേ. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കണം മൈലാഞ്ചി ഇടാൻ വേണ്ടി. ഞാൻ കയ്യിലിടില്ല കേട്ടോ, നഖത്തിൽ മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ നഖത്തിലിടണം. അതിന് വേണ്ടിയിട്ട് മൈലാഞ്ചിയുടെ ഇല പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയപ്പോൾ അത് അരച്ചെടുക്കണം. അത്രയ്ക്കേ ഉള്ളൂ. എന്താ പറയുക, റമദാൻ മാസം കഴിഞ്ഞപ്പോൾ ഒരു സങ്കടം. എന്തായാലും പെരുന്നാൾ സന്തോഷം തന്നെയാണ്. എന്നാലും എന്തായാലും എല്ലാവർക്കും അപ്പോൾ ഒന്നും കൂടെ ഈദ് മുബാറക്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ വേഗം പോയിട്ട് മൈലാഞ്ചിയൊക്കെ ഒന്ന് അരക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം മൈലാഞ്ചി ഇടണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള മൈലാഞ്ചി ഉണ്ടാക്കാം കേട്ടോ നമ്മൾ. അപ്പോൾ നമുക്ക് വേണ്ട മൈലാഞ്ചിയുടെ ഇല പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇതടുത്ത വീട്ടിൽ നിന്ന് പൊട്ടിച്ചുണ്ടാകുന്ന മൈലാഞ്ചിയുടെ ഇലകളാട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട മൈലാഞ്ചി അരയ്ക്കാം. മിക്സിയിലാണ് അരയ്ക്കണത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ചായ ഉണ്ടാക്കണം. അതായത് നമ്മുടെ കട്ടൻ ചായ ഇല്ലേ, കട്ടൻ ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് കടുപ്പം കൂട്ടിയിട്ട്, ഓക്കെ, വിത്തൗട്ട് പഞ്ചസാര. അപ്പോൾ നമ്മൾ ചായക്ക് വെച്ചിട്ടുണ്ട്, ചായയല്ല, നമ്മുടെ വെള്ളം വെച്ചിട്ട് അതിൽ കുറച്ച് നമ്മുടെ തേയിലപ്പൊടി ഇട്ടിട്ട് നല്ല കടുപ്പത്തിൽ കേട്ടോ, കുറച്ച് വെള്ളം നമ്മുടെ ചായപ്പൊടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് അതിലോട്ടത് അതിൻ്റെ എല്ലാ സത്തുക്കളും ഇങ്ങനെ പിടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇല ഇതിലേക്കിടാം. പെരുന്നാളായിട്ട് എന്താണ് എല്ലാവരുടെയും പരിപാടി? നാളല്ല പെരുന്നാൾ. ഇതിങ്ങനെ ഇലയിലേക്കിടാം.
ഇതൊക്കെ നിറയെ ഇടുമായിരുന്നു മൈലാഞ്ചിട്ട കയ്യിൽ ഇവിടെ ഒക്കെ ഇടുമായിരുന്നു. പിന്നെ മടിയായി പിന്നെ അത് ഇഷ്ടമല്ലാതായി. പിന്നെ ഇപ്പം നഖത്തിലിടും. പക്ഷെ നഖത്തിലും ഞാൻ അങ്ങനെ ചിലപ്പോഴൊന്നും നഖത്തിലിടില്ല കേട്ടോ. അതൊക്കെ ഓരോ ഇതിനനുസരിച്ച്. ചിലപ്പോൾ നഖത്തിലിടില്ല, മൂടനുസരിച്ചിട്ടിരിക്കും. എനിക്ക് മാത്രമല്ല കേട്ടോ, ഉമ്മാക്കും ഉണ്ട്. ഉമ്മാക്ക് ഭയങ്കര കാര്യമാണ് മൈലാഞ്ചി. ഇത് നമ്മുടെ കരയാമ്പൂ കേട്ടോ. കരയാമ്പൂ കുറച്ച് ഒരു മൂന്നാല് ഇന്ന് പറ്റുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ ഇടാം കേട്ടോ. പറ്റുകയാണെങ്കിലല്ല ഇടാം. നാളെ പെരുന്നാളല്ലേ, കിടക്കട്ടെ. കുറേ നാളായി ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ പെരുന്നാളല്ലേ, നമുക്ക് എന്തായാലും നാളെ ഇടാം. പക്ഷേ നാളെ ഇടല്ല, ഇന്നിടാം. ചെറുനാരങ്ങ ആ നമ്മുടെ ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊക്കെ. കുറെ മെസ്സേജുകളും വരുന്നുണ്ട്. നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കാം. ഓക്കെ, അത് നമ്മൾ തോണ്ടിയിട്ടതാ ആ പാത്രത്തേക്ക്. വെള്ളം പോലെ ആയത്. ഓക്കെ, ഇങ്ങനെ അല്ല അതല്ല ഇടാൻ പറ്റുമോ? പിന്നെന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈലാഞ്ചിയിൽ കുറച്ച് വെള്ളം കൂടിപ്പോയി കേട്ടോ. മറ്റേ ചായയുടെ വെള്ളം നമ്മൾ ഒഴിച്ചില്ലേ, ആ ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി. അത് കാരണം കൊണ്ട് കയ്യിലിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് കയ്യിലിടാൻ പറ്റാത്തതുകൊണ്ട് ഉമ്മ കാണിച്ചു കൂട്ടുന്ന കാര്യമാട്ടോ ഇത്. കയ്യിൽ മര്യാദയ്ക്ക് ഇടാൻ പറ്റുന്നില്ല, മറ്റേ കോലമുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഉമ്മാക്കാണെങ്കിൽ മൈലാഞ്ചി ഇടണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് കാണിക്കണതാണത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോ എടുക്കുന്നു ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിനെന്നെ കുറേ കിടന്ന് ചീത്തയും പറഞ്ഞിരുന്നു, വെള്ളം ഒരു മൈലാഞ്ചി ഇറക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പെരുന്നാളിൻ്റെ തലേദിവസം അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഇനി പോയി കെടുക്കട്ടെ, സമയം കുറേ ആയി. കേക്ക് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ, ഫാനിൻ്റെ ശബ്ദം ഉണ്ടാവും. അപ്പം അത്രയേ ഉള്ളൂ. എന്തായാലും മൈലാഞ്ചി ഉണ്ടോ, മൈലാഞ്ചി ഒരൊറ്റ പ്രാവശ്യം ഇട്ടുള്ളൂ കേട്ടോ. അപ്പത്തേനും ഇത്രയ്ക്കായി. ഇനിയിപ്പോൾ ഒരു 2 പ്രാവശ്യം കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചോപ്പാവും. അപ്പോൾ പറ്റുമെങ്കിൽ ഇപ്പോൾ കെടുക്കണേലും മുന്നായിട്ട് 1 പ്രാവശ്യം കൂടി ഇട്ടിട്ട് കെടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കെടുക്കണം. ഫേസ് പാക്ക് ഇടണമെന്നൊക്കെ വിചാരിച്ചതാണ്, ഒന്നും നടന്നില്ല. മടിയായിട്ടാ ഫേസ് പാക്ക് ഇടാനായിട്ട്, എന്തോ ഒരു മടി. അപ്പോൾ അത് കാരണം കൊണ്ട് ഫേസ് പാക്ക് ഇട്ടില്ല. എന്തായാലും ചൂടെടുത്തിട്ട് പാടില്ലാന്നേ. എന്തായാലും കെടുക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ പെരുന്നാൾ നമുക്ക് കാണാം, വ്ളോഗ് എടുക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് നാളെ പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. ബൈ.